ഹായ് ഹലോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് വാട്സപ്പ് കമ്മ്യൂണിറ്റി, എങ്ങനെയാണ് വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ഫോണിൽ നമുക്ക് നോർമൽ വാട്സപ്പും അതേപോലെ തന്നെ ബിസിനസ് വാട്സപ്പും ഉണ്ടായിരിക്കും. നമ്മളൊരു പുതിയ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് നോർമൽ വാട്സപ്പ് വഴിയാണ്. നമുക്ക് ബിസിനസ് വാട്സപ്പിൽ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പുതിയതായിട്ട് സാധിക്കില്ല. നമ്മുടെ നോർമൽ വാട്സപ്പിലാണ് നമുക്ക് അതിനുള്ളൊരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജ് വരും. ഇതിൽ ഏറ്റവും താഴെയായിട്ട് ചാറ്റ്, അപ്ഡേറ്റ്സ്, കമ്മ്യൂണിറ്റീസ്, കോൾസ്, ഇങ്ങനെ 4 ഓപ്ഷൻസ് കാണാം. അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ കമ്മ്യൂണിറ്റീസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഇതിനകത്ത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്മ്യൂണിറ്റീസും എനിക്ക് വിസിബിൾ ആയിരിക്കും. ഓക്കെ, ഇതിലുള്ള എല്ലാ കമ്മ്യൂണിറ്റീസും, ഞാനുള്ള കമ്മ്യൂണിറ്റീസും ഒക്കെ എനിക്കിതിൽ കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും മേലെയായിട്ട് നമുക്ക് ന്യൂ കമ്മ്യൂണിറ്റി എന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ഇത് പ്ലസ് സിമ്പിൾ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് ആണിത്. ഇതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജ് വരും. ഇവിടെ നമുക്ക് കമ്മ്യൂണിറ്റിക്ക് നെയിം കൊടുക്കാം. അപ്പോൾ കമ്മ്യൂണിറ്റി നെയിം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരുപാട് ഗ്രൂപ്പ്സിനെ നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യാൻ നമുക്കൊരു ഓപ്ഷനുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ തന്നെ ഡിജിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്, മൈൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഡിജിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 10 ഗ്രൂപ്പിനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നതെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പേര് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഡിജിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനൊരു നെയിം കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് പ്രൊഫൈൽ പിക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് പ്രൊഫൈൽ പിക്കും ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ താഴെ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്, ഇതിൽ റൈറ്റ് സൈഡിൽ നമുക്ക് 3 ഡോട്ട്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കമ്മ്യൂണിറ്റി ഇൻഫോയിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു പേജിലേക്കാണ്. അതായത് ഇതിലെ എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്, നമുക്കിതിൽ മെമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് മെമ്പേഴ്സ് കൊടുത്തിട്ട് നമുക്കുള്ള മെമ്പേഴ്സിനെ എല്ലാം ഇതിൽ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഡയറക്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ആഡ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ 100 പേരെ ആഡ് ചെയ്തെങ്കിൽ അവർക്ക് പരസ്പരം നമ്പേഴ്സ് ആരൊക്കെ ഈ ഗ്രൂപ്പിലുണ്ടെന്ന് കാണാൻ സാധിക്കുകയില്ല. അവർ നോക്കുമ്പം ഈ ഗ്രൂപ്പിൽ ആരാണോ അഡ്മിൻ, ആ അഡ്മിനെ മാത്രമേ അവർക്ക് വിസിബിൾ ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് നമ്പേഴ്സ് വേറെ ആർക്കും എടുക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നമ്പേഴ്സ് എല്ലാം സേഫ് ആയിരിക്കും. നമുക്ക് കുറേയും കൂടെ സെക്യൂർ ആയിരിക്കും. ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കമ്മ്യൂണിറ്റിയിൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആ നമ്പേഴ്സ് സേഫ് ആയിരിക്കും. വേറെ ആർക്കും അത് എടുക്കാൻ സാധിക്കുകയില്ല, കമ്മ്യൂണിറ്റി അഡ്മിൻസിനല്ലാതെ. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ, നമുക്ക് ഗ്രൂപ്പ്സിനെ ആഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ആഡ് ഗ്രൂപ്പ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രിയേറ്റ് ന്യൂ ഗ്രൂപ്പ് എന്നും ആഡ് എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ് എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ ഗ്രൂപ്പ്സ് കുറച്ച് ഇതിനകത്ത് ആഡ് ചെയ്യാനാണെങ്കിൽ ക്രിയേറ്റ് ന്യൂ ഗ്രൂപ്പ്സ് കൊടുത്ത് പേര് കൊടുത്ത് നമുക്ക് അങ്ങനെ ആഡ് ചെയ്ത് പോകാൻ പറ്റും. എക്സിസ്റ്റിംഗ് ഗ്രൂപ്പിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ആഡ് എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ എനിക്ക് കാണിക്കുന്ന ഗ്രൂപ്പ്സിൽ എനിക്ക് ഈ 2 ഗ്രൂപ്പാണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ വന്നു. നമ്മൾ ആഡ് കമ്മ്യൂണിറ്റി കൊടുത്തു. ഇപ്പം നമുക്കിവിടെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ഈ 2 ഗ്രൂപ്പ് ആഡ് ആയേക്കുന്നത് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ, അപ്പോൾ ഈ 2 ഗ്രൂപ്പിലും എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സാണ് ഉള്ളത്. പക്ഷേ എനിക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി, ഈ ഒരു ഗ്രൂപ്പുകളിലെല്ലാം നമ്മളൊരു 10 ഗ്രൂപ്പിനെ ആഡ് ചെയ്തു. അതിനകത്തെല്ലാം എനിക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യണം അറ്റ് എ ടൈം എന്ന് വെച്ചാൽ, എനിക്ക് ഈ അനൗൺസ്മെൻറ്റിൽ പോയി ഹായ് എന്നൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതായത് ഇതിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഒരു അനൗൺസ്മെൻ്റ് ആയിട്ട് ഈ ഒരു മെസ്സേജ് പോകും. സോ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ ഒരു 100 ഗ്രൂപ്പിലും നമുക്ക് മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ കമ്മ്യൂണിറ്റിയിലെ ഗ്രൂപ്പ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് മെസ്സേജസ് കൊടുക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇതിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്കിപ്പം ആ ഒരു ഗ്രൂപ്പ്സ്, അതായത് നമുക്കിപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഏതൊക്കെ ഗ്രൂപ്പ്സ് ആഡ് ആയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഇതിൽ പോയിട്ട് നമുക്ക് നോക്കുമ്പം ആ ഹായ് മെസ്സേജ് വന്നിട്ടില്ല എങ്കിൽ പോലും ആ അനൗൺസ്മെൻ്റ് ആയിട്ട് അത് അവർക്ക് പോയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് സെപ്പറേറ്റ്ലി ഈ ഗ്രൂപ്പ്സിൽ പോയിട്ട് മെസ്സേജ് ചെയ്യണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാൻ ഓപ്ഷനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ
നമുക്കിനി ഈ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ ഇൻവൈറ്റിൽ പോയി ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഒന്നെങ്കിൽ കോപ്പി ലിങ്ക് കൊടുത്തിട്ട് നമുക്ക് എവിടെയാണോ കോപ്പി ചെയ്യേണ്ടത് അവിടെ കൊണ്ട് കോപ്പി ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഇത് കോപ്പി ചെയ്തു, എനിക്കിവിടെ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ എനിക്കത് ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഒരാൾക്ക് ഇവിടെ അത് ഷെയർ ചെയ്യണമെങ്കിൽ എനിക്കിതുപോലെ ഷെയർ ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ തന്നെ എനിക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്യണം, ലിങ്ക് ത്രൂ ഇൻവൈറ്റ് ചെയ്യണമെങ്കിലും സെൻഡ് ലിങ്ക് വയ വാട്സപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ വാട്സപ്പിലുള്ള എല്ലാവരെയും കാണിക്കും. നമുക്ക് ആർക്കാണോ കൊടുക്കേണ്ടത് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്, അതേപോലെ ആ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെയുണ്ട്. ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ എനിക്ക് മെമ്പേഴ്സിനെ എല്ലാം കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ കമ്മ്യൂണിറ്റി ഓണറാണ്. എനിക്കിനി വേറൊരാളെ അതിലേക്ക് ഓണറാക്കണമെങ്കിൽ ഞാനിപ്പം അയാളെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അയാളെ നമുക്ക് അഡ്മിൻ ആക്കാം, ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ അയാളെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സിസ്റ്റം, അതായത് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഓണറാക്കണമെങ്കിൽ അയാളെ ആദ്യം അഡ്മിൻ ആക്കുക. ഇപ്പം ഞാൻ കമ്മ്യൂണിറ്റി ഓണറും വേറൊരാൾ കമ്മ്യൂണിറ്റി അഡ്മിനുമാണ്. ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി അഡ്മിനെ ഞാൻ ഓണറാക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് മാത്രമാണ് ആകാൻ പറ്റുന്നത്. ആ ഓണർഷിപ്പ് നമുക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്മിസ് ആസ് ആൻ അഡ്മിൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ആൾ ഓണറാകും, അയാൾക്കാകും ഇതിൻ്റെ എല്ലാ ആക്സസും. ഇപ്പോൾ ഡിസ്മിസ് ആസ് ആൻ ഇത് കൊടുക്കുമ്പം അസൈൻ ന്യൂ ഓണർ എന്ന് കാണിക്കും. എനിക്കിവിടെ നിഷീതേനെ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, അഡ്മിൻ ഞാനായി, കമ്മ്യൂണിറ്റി ഓണർ അടുത്ത ഒരാളായി. ഇങ്ങനെയും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതേപോലെ എങ്ങനെയാണ് വാട്സപ്പ് കമ്മ്യൂണിറ്റി യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്